Physically challenged children can do anything just like normal children if they get proper care and attention. Here we are discussing such a topic, The Silent Child by Chris Overton. The Silent Child is a British sign language short film directed and starring by Rachel Shenton and directed by her husband Chris Overton and released in 2017 by Silk Films. ഇതൊരു ഷോർട്ട് ഫിലിമാണ്. ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജിനെ കുറിച്ച്, ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന, അതിൻ്റെ പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ ഒരു സൈലന്റ് ചൈൽഡ്, അതായത് ഡെഫായിട്ടുള്ള, കേൾവി ശക്തി തീരെ ഇല്ലാത്ത ഒരു 6 വയസ്സുള്ള പെൺകുട്ടി, ആ കുട്ടി നേരിടുന്ന വെല്ലുവിളികളും അവയെ എങ്ങനെ തരണം ചെയ്യുന്നു, ഇതൊക്കെയാണ് ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ച് ആ കുട്ടി തൻ്റെ ആ ഒരു ഡെഫിനസിനെ, ആ ഒരു കേൾവി ശക്തി ഇല്ലായ്മയെ മറികടക്കുന്ന, ആ വെല്ലുവിളികളെ നേരിടുന്ന ആ ഒരു പോരാട്ടമൊക്കെ നമുക്ക് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ കാണാൻ സാധിക്കും. ഇത് ഡയറക്റ്റ് ചെയ്തത് റേച്ചൽ ഷെന്റന്റെ ഹസ്ബൻഡായ ക്രിസ് ഓവർട്ടൺ ആണ്. റേച്ചൽ ഷെന്റൻ ആണ് ഇത് എഴുതിയത്. അതേപോലെ തന്നെ ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും റേച്ചൽ ഷെന്റൻ ആണ്. And this short film was released in 2017. 2017 ഈ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യുന്നത് ബൈ സിൽക്ക് ഫിലിംസ്. It reveals the story of Libhy, a profoundly deaf 6-year-old girl who leads a silent life. നമ്മൾ പറഞ്ഞു 6 വയസ്സുള്ള കേൾവി ശക്തി തീരെ ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിയുടെ പേര് ലിബി എന്നാണ്. ആ കുട്ടി ഷീ ലീഡ്സ് എ സൈലന്റ് ലൈഫ്, നിശബ്ദമായ ഒരു ജീവിതം നയിക്കുന്നു. ആ ഒരു കഥയാണ്, അവളുടെ കഥയാണ് ഈ ഷോർട്ട് ഫിലിമിൽ പറയുന്നത്. ജോൺ, എ സോഷ്യൽ വർക്കർ പ്ലേഡ് ബൈ ഷെന്റൺ, taught her how to communicate through sign language. ഈ ലിബി എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് ഒരു സോഷ്യൽ വർക്കറായ ജോൺ കടന്നു വരുന്നു. അവരാണ് ആ ഒരു റോള് അവതരിപ്പിക്കുന്നത് ഷെന്റൻ ആണ്, റേച്ചൽ ഷെന്റൻ ആണ്. അവര് ഈ ലിബിയെ പഠിപ്പിച്ചു കൊടുക്കുന്നു, എങ്ങനെയാണ് സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആൻഡ് ദ ഫിലിം won the Oscar for live action short film at the 90th Academy Awards. 90th Academy Awards-ൽ ഓസ്കാർ അവാർഡ് കിട്ടിയ സിനിമയാണ്. ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം എന്ന ആ ഒരു ലേബലിൽ ഓസ്കാർ അവാർഡ് നേടിയ ഫിലിമാണ്. ആൻഡ് ദിസ് ഫിലിം ഗെയിൻഡ് പോപ്പുലാരിറ്റി ത്രൂ ഇറ്റ്സ് ടെലിവിഷൻ ഡെബ്യൂ. അത് ടെലിവിഷൻ സംപ്രേഷണത്തിലൂടെ ഈ ഒരു ഫിലിം ഒരുപാട് ജനശ്രദ്ധ നേടിയെടുത്തു. ആൻഡ് ദ ഫിലിം ഇസ് റിയലി ബേസ്ഡ് ഓൺ ഷെന്റൻസ് ഓൺ എക്സ്പീരിയൻസ് ആസ് ദ ചൈൽഡ് ഓഫ് എ പാരന്റ് ഹു വാസ് ഡെഫ്. ഒരു ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് തന്നെയാണ്. റേച്ചൽ ഷെന്റന്റെ കഥ തന്നെയാണ്, അവരുടെ അനുഭവങ്ങൾ തന്നെയാണ് ഈ കഥയിൽ വിവരിക്കുന്നത്. ആൻഡ് മെയ്സി ഷൈ ഇസ് ദി 6-year-old actor and British sign language is used in this film. മെയ്സി സ്ലൈ എന്ന പെൺകുട്ടിയാണ് ഈ 6 വയസ്സുള്ള പെൺകുട്ടി, അതായത് കേൾവി ശക്തി തീരെ ഇല്ലാത്ത ആ പെൺകുട്ടിയുടെ റോൾ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ച കുട്ടിയുമാണ് മെയ്സി സ്ലൈ. ആ കുട്ടിയാണ് ഇതിൽ ലിബിയുടെ റോൾ അവതരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സിനിമയുടെ പ്രത്യേകത, ഇതിൽ ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പോപ്പുലാരിറ്റി നമുക്ക് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ കാണാൻ സാധിക്കും. വെൻ ലിബി സിബ്ലിങ്സ് സാം റെയ്സ് ആൻഡ് ആനി ക്യൂസെല്ല and their father Paul run out of the house, John, a social worker, arrives there. നമ്മുടെ ലിബിക്ക് 2 സഹോദരങ്ങളാണ്. സഹോദരങ്ങളുടെ പേര് സാം റെയ്സ്, അതേപോലെ ആനി റൂസെല്ല. അവരും അവരുടെ അച്ഛനായ പോളും പുറത്തേക്ക് പോകുന്ന സമയത്ത് വീട്ടിലേക്ക് ഒരു സോഷ്യൽ വർക്കർ വരുന്നു. സോഷ്യൽ വർക്കറുടെ പേര് ജോൺ എന്നാണ്. ആൻഡ് സ്യൂ, Libby's mother, explains that Libby was deeply deaf at 3 years old. വീട്ടിൽ വരുന്ന സമയത്ത് ലിബിയും അമ്മ സ്യൂ ആണുള്ളത്. അമ്മ സ്യൂ ആ സോഷ്യൽ വർക്കറോട് പറയുന്നു, ലിബിക്ക് 3 വയസ്സുള്ളപ്പോൾ അവൾക്ക് കേൾവി ശക്തി വളരെ നല്ലതുപോലെ നഷ്ടപ്പെട്ടു, അതായത് തീരെ കേൾവി ശക്തി ഇല്ല. 3 വയസ്സ് മുതലാണ് ഈ ഒരു പ്രശ്നം കണ്ടു തുടങ്ങിയത് എന്ന് പറയുന്നു. ആൻഡ് ഷീ ക്ലെയിംസ് ദാറ്റ് ദേ ഹാവ് നോ ഡെഫ് റിലേറ്റീവ്സ്. അതേപോലെ തന്നെ സ്യൂ ഉറപ്പിച്ച് പറയുന്നു അവർക്ക് അങ്ങനെ
കേൾവിശക്തി ഇല്ലാത്ത ഒരു ബന്ധമൊന്നുമില്ല. കാരണം ഹെറിഡിറ്ററി ആണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ പാരമ്പര്യത്തിലൊന്നും അങ്ങനെ കേൾവിശക്തി ഇല്ലാത്ത ആരും തന്നെ ഇല്ല എന്ന് സ്യൂ പറയുന്നു. ആൻഡ് ഷീ അഷ്യൂർസ് ദാറ്റ് ലിബി ക്യാൻ ലിപ് റീഡ് ബട്ട് നോ വൺ ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹർ. ഈ സമയത്ത് സ്യൂ പറയുന്നു ലിബിക്ക് ചുണ്ടിന്റെ ചലനം നോക്കി സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, പക്ഷേ ആരും തന്നെ അവളോട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല, അതിന് സമയം കണ്ടെത്താറില്ല എന്നും സ്യൂ പറയുന്നു. ആൻഡ് ലിബി ക്യാൻ റീഡ് their lips profoundly, but they change topics suddenly and speak without facing her and feel her isolated. അവളുടെ സഹോദരങ്ങൾ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അറ്റൻഷൻ മാറി അവളുടെ മുഖത്ത് നോക്കാതെ വേറെ എവിടെയെങ്കിലും നോക്കി സംസാരിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ലിപ് മൂവ്മെന്റിലൂടെയാണ് ആ കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ പെട്ടെന്ന് സഹോദരങ്ങൾ അവളുടെ മുഖത്തുനിന്നും ശ്രദ്ധ മാറ്റുന്ന സമയത്ത് അവൾക്ക് ലിപ് റീഡ് ചെയ്യാൻ കഴിയാതെ വരുന്നു. അങ്ങനെ അവൾ ഒറ്റപ്പെടുത്തുന്നു ഈ സഹോദരങ്ങൾ എന്നും സ്യൂ പറയുന്നു. ആൻഡ് ഹർ മദർ, that is Sue, says that she keeps a good relationship with Libby. അമ്മയ്ക്ക് ലിബിയോട് വളരെയധികം സ്നേഹമാണ്, അമ്മ ഒരുപാട് സമയം കണ്ടെത്താറുണ്ട്. ബട്ട് ഹർ മദർ ക്ലെയിംസ് ദാറ്റ് ഷീ ഈസ് ടു ബിസി ഫോർ ബേസിക് ആക്ടിവിറ്റീസ്, ദാറ്റ് ഈസ് ടേക്കിംഗ് ഹർ ടു ദ പാർക്ക്, ആൻഡ് ലിബി റിജക്ട്സ് ഹർ ഫിസിക്കൽ അഫെക്ഷൻ. ഈ സമയത്ത് പറയുന്നു എനിക്കും സമയം കിട്ടാറില്ല, കാരണം ഇവളോട് സംസാരിക്കാനുള്ള സമയം എനിക്കും കിട്ടാറില്ല, കാരണം ഇവളെ പുറത്തു കൊണ്ടുപോയി അല്ലെങ്കിൽ പാർക്കിലൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് അങ്ങനെ കൂടുതൽ സമയം അവളോട് സംസാരിക്കാൻ കഴിയില്ല, അവളുടെ ലിപ് മൂവ്മെന്റിലെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അതായത് ഞാൻ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ലിപ് മൂവ്മെന്റ് നോക്കിയാണ് അവള് സംസാരം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം എനിക്ക് വളരെ കുറവാണ്, കാരണം വീട്ടിലെ പണിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ ഇടയ്ക്കൊന്ന് പാർക്കിലോ പുറത്തൊക്കെ കൊണ്ടുപോകണം, അങ്ങനെ പോകുന്ന സമയത്ത് സമയം തീരെ കിട്ടുന്നില്ല എന്ന് പറയുന്നു. ആൻഡ് ലിബി റിജക്ട്സ് ഹർ ഫിസിക്കൽ അഫെക്ഷൻ. ശാരീരികമായിട്ട്, അതായത് ശരീരത്തിൽ തൊട്ടുള്ള സ്നേഹപ്രകടനങ്ങളിലൊന്നും ലിബി വിശ്വസിക്കുന്നില്ല, ലിബിക്ക് അതിനൊന്നും താല്പര്യവുമില്ല. അവൾക്ക് ആകെ ഒരു താല്പര്യമുള്ളത് ലിപ് മൂവ്മെന്റ് മനസ്സിലാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനാണ്. പക്ഷെ ആരും തന്നെ അവളോട് ആ സമയം ചെലവാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഷീ കീപ് സൈലൻസ്, അവള് നിശബ്ദത പാലിക്കുന്നു. ആ ഒരു അവസ്ഥയാണ് ലിബിക്ക് ഇപ്പോഴുള്ളത്. ആൻഡ് ജോൺ റിയലൈസസ് ലിബീസ് ലാക്ക് ഓഫ് familial interaction and wishes to diversify her forms of communication, and so she teaches her British Sign Language. അങ്ങനെ അവളുടെ ആ ഒരു പരിതാപകരമായ അവസ്ഥ ജോൺ മനസ്സിലാക്കുന്നു. ആ ജോൺ മനസ്സിലാക്കിയിട്ട്, അതായത് ജോണിന് മനസ്സിലായി എന്താണ് കുടുംബത്തിൽ നിന്നൊരു ഇന്ററാക്ഷൻ, ഫാമിലിയിൽ നിന്ന് ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ലിബി ഉള്ളത്. അങ്ങനെയുള്ള അവളെ ഈ ലോകത്തിലേക്ക്, ലോകത്തിന്റെ ആ ഒരു വൈവിധ്യത്തിലേക്ക് കൊണ്ടുവരാൻ ജോൺ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവളെ സൈൻ ലാംഗ്വേജ്, ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നു. ആൻഡ് ദേ ട്രിപ്പ് ടു ദ പാർക്ക് ആൻഡ് ഗാർഡൻ ആൻഡ് പ്ലേ സാഡിങ്. അവര് ഒരുമിച്ച് പാർക്കിലൊക്കെ പോകുന്നു, അതോടൊപ്പം തന്നെ ഗെയിംസ് ഒക്കെ കളിക്കുന്നു. ആൻഡ് ഈറ്റ് സ്വീറ്റ്സ് ആൻഡ് ഷെയർ ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ്. അവർ ഗെയിംസ് കളിക്കുന്നു, അതേപോലെ സ്വീറ്റ്സ് കഴിക്കുന്നു. അങ്ങനെയൊക്കെ അവർ ഷെയറിങ് നടത്തുന്ന സമയത്ത് ദേ യൂസ് ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ്. ജോണും അതേപോലെ തന്നെ ലിബിയും ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ച് സംസാരിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ആൻഡ് ലിബി ക്വിക്കലി റിസീവ്സ് എവറിത്തിങ് ഇൻ ദ ലാംഗ്വേജ് ആൻഡ് ബിഗാൻ ടു അഡോർ ജോൺ. ഈ സമയത്ത് വളരെ വേഗം തന്നെ ആ ഒരു ഗ്രാസ്പിംഗ് പവറാണ് ലിബിക്കുള്ളത്. അങ്ങനെ വേഗം തന്നെ അവൾ ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് പഠിക്കുന്നു. അങ്ങനെ പഠിച്ച ഇവൾ തന്നെ ഈ ഒരു ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് പഠിപ്പിച്ച ജോണിനോട് ആരാധന തോന്നുന്നു ലിബിക്ക്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആരും ശ്രദ്ധിക്കാതെ, ആരും അവളോട് സമയം സ്പെൻഡ് ചെയ്യാതെ ഇരിക്കുന്ന സമയത്താണ് ജോൺ എന്ന സോഷ്യൽ വർക്കർ അവൾക്ക് വേണ്ടി സമയം കണ്ടെത്തി അവളെ ഈ ഒരു ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഈ ജോണിനോട് ഷീ ഫെൽറ്റ് ഓർ ഷീ ഫീൽസ് love and adoration. Her siblings appreciate her improvement and praises John. ഈ സമയത്ത് അവളുടെ സഹോദരങ്ങള് അവളുടെ ആ ഒരു പുരോഗതിയിൽ അഭിമാനിക്കുന്നു, അതോടൊപ്പം തന്നെ ജോണിനെ അവര് പ്രശംസിക്കുന്നു. ആൻഡ് ദേ ഈവൻ ഷോ ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ് ദ ലാംഗ്വേജ്. ആ കുട്ടികള്
ആ ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് പഠിക്കണമെന്ന് പോലും താല്പര്യം കാണിക്കുന്നു. And Libby's parents refused to learn it by saying that there is no time to the family to participate in her schedules. ഈ സമയത്ത് കുട്ടികൾ പറയുന്നു അവർക്കും കൂടി ഈ ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് പഠിച്ചാൽ കൊള്ളാം, കാരണം നല്ല മാറ്റമുണ്ട്, ലിബിക്ക് നല്ല മാറ്റമുണ്ട്, അവളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കുട്ടികൾ പറയുന്ന സമയത്ത് പാരൻസ് അതിനെ എതിർക്കുന്നു. കാരണം അവർ പറയുന്നത് ഈ ഒരു ടൈം ഷെഡ്യൂളിൽ, അതായത് ലിബിയുടെ സമയത്തിന് അനുസരിച്ച് ഇവർക്ക് സമയം കിട്ടാറില്ല, ആ ടൈം ഷെഡ്യൂളിന് അനുസരിച്ച് ഇവർക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ആ ഒരു താല്പര്യത്തെ അവർ നിരാകരിക്കുന്നു. And she feels insecurity at John's close relationship with Libby and opposes to learn British Sign Language. ഈ സമയത്ത് സ്യൂ, അതായത് ലിബിയുടെ അമ്മയ്ക്ക് ജോണുമായിട്ട് ലിബി കൂടുതൽ അടുക്കുന്നതിൽ ഒരു അതൃപ്തി ഉണ്ടാകുന്നു. അങ്ങനെ അവര് ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് ലിബി പഠിക്കണ്ട എന്ന് പറയുന്നു. ആൻഡ് by saying that it reduces her class time interaction. അതിനൊരു കാരണം പറയുന്നത് ഒരു ക്ലാസ് റൂം ഇന്ററാക്ഷൻ ലിബിക്ക് കിട്ടുന്നില്ല, മറിച്ച് ഈ സൈൻ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ഒരു ക്ലാസ് റൂമിൽ പോയി ഇരുന്ന് പഠിക്കുന്ന ഒരു ഫീല് കിട്ടുന്നില്ല, അതുകൊണ്ട് നേരെ ക്ലാസ് റൂമിലേക്ക് അവളെ അയക്കാം, ഇനി ഇങ്ങനെ സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കേണ്ട, ജോണിന്റെ ആവശ്യം ഇല്ല എന്ന് സ്യൂ പറയുന്നു. And John realizes from Paul's mother that Libby was the child of an extramarital affair and her biological father's father was deaf. ജോൺ പോളിന്റെ അമ്മയിൽ നിന്ന് യഥാർത്ഥ സത്യം മനസ്സിലാക്കുന്നു, അതായത് ലിബി ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ ഉണ്ടായ കുട്ടിയാണ്, ഒരു ഇല്ലീഗൽ കുട്ടിയാണ്. അതേപോലെ തന്നെ അവളുടെ യഥാർത്ഥ അച്ഛൻ്റെ അച്ഛൻ ഡെഫായിരുന്നു, അയാൾക്ക് ചെവി കേൾക്കാൻ കഴിയില്ലായിരുന്നു. അതായത് പാരമ്പര്യം, നമ്മൾ നേരത്തെ പറഞ്ഞു, സ്യൂ പറയുന്നുണ്ട് പാരമ്പര്യമായിട്ട് ആരും കേൾവി ശക്തി ഇല്ലാത്തവരില്ല എന്ന അവകാശവാദം പറയുന്നു. പക്ഷേ പോളിന്റെ അമ്മ പറയുന്നു ഈ കുട്ടി ലിബി ഉണ്ടായത് ഒരു എക്സ്ട്രാ അഫെയറിൽ നിന്ന് ഉണ്ടായ കുട്ടിയാണ്, അവളുടെ യഥാർത്ഥ അച്ഛൻ്റെ അച്ഛൻ കേൾവി ശക്തി ഇല്ലാത്ത വ്യക്തിയായിരുന്നു എന്നും ജോണ് ഇവരിൽ നിന്ന് മനസ്സിലാക്കും, പോളിന്റെ അമ്മയിൽ നിന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് ദോ ലിബി വാസ് ഇന്റലക്ട് ആൻഡ് ആക്റ്റീവ്, ദ ഫാമിലി ഹാസ് നോ എക്സ്പെക്ടേഷൻ റിഗാർഡിങ് ഹർ. വളരെ ആക്റ്റീവായ കുട്ടിയാണ്, വളരെ ഇന്റലിജന്റ് ആണ്, സ്മാർട്ട് ആണ്, നല്ല കുട്ടിയാണ്, വേഗം എല്ലാം ക്യാച്ച് ചെയ്യുന്ന കുട്ടിയാണ്. പക്ഷേ ഫാമിലിക്ക് അവളോട് ഒരു അതൃപ്തി ഉണ്ടാകുന്നു, അതായത് അവളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഫാമിലി മുന്നോട്ടേക്ക് വരുന്നില്ല. Paul's mother has outdated knowledge of deafness and it is sure that she will never get a job. പോളിന്റെ അമ്മയ്ക്ക് ഈ ഒരു കേൾവിശക്തി ഇല്ലാത്ത കുട്ടി ആയതുകൊണ്ട് തന്നെ ഇവൾക്കൊരു ജോലിയും കിട്ടില്ല, ഇവളുടെ ജീവിതം മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്ന ഒരു പണ്ടത്തെ ആ ഒരു വിശ്വാസത്തിലാണ് പോളിന്റെ അമ്മയുള്ളത്. അതായത് ഫാമിലി അവൾക്ക് തീരെ പ്രാധാന്യം കൊടുക്കുന്നില്ല. സ്യൂ ആൻഡ് പോൾ rebuke John and declares that Libby cannot continue British Sign Language and restart lip reading. ഈ സമയത്ത് സ്യൂവും പോളും ജോണിനെ വളരെയധികം വഴക്ക് പറയുന്നു. എന്നിട്ട് പറയുന്നു ഇവൾക്ക് ഈ ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അവൾക്ക് ആദ്യം ഉള്ളതുപോലെ ലിപ് റീഡിങ് മതി, ഇനി ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കണ്ട എന്ന് ഉറച്ച തീരുമാനത്തിലെത്തുന്നു. ആൻഡ് ദേ സെൻഡ് ഹർ ടു എ നോർമൽ സ്കൂൾ വെർ ഷീ മീറ്റ്സ് എ ഡഫ് ബോയ്. അങ്ങനെ അവര് ലിബിയെ ഒരു സാധാരണ സ്കൂളിലേക്ക് അയക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കേണ്ട, അതിന് കാരണം അവർ പറയുന്നത് ഇവൾക്ക് നോർമൽ ഇന്ററാക്ഷൻസ്, ക്ലാസ് റൂം ഇന്ററാക്ഷൻ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് പഠിക്കുന്നതിൽ നിന്നും അവളെ ഒഴിവാക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ജോണും ലിബിയും തമ്മിലുള്ള ആ ഒരു ക്ലോസ് ബന്ധമാണ്, ആ ബന്ധത്തിൽ ഒരു ഇൻസെക്യൂരിറ്റി സ്യൂവിന് തോന്നിയിട്ടാണ് ഈ ഒരു പഠനം അവസാനിപ്പിക്കുന്നത്. ആൻഡ് ദേ സെൻഡ് ഹർ ടു എ നോർമൽ സ്കൂൾ വെർ ഷീ മീറ്റ്സ് എ ഡഫ് ബോയ്. അവിടെ ആ ഒരു നോർമൽ സ്കൂളിലേക്ക് ലിബി അയക്കുന്നു. അവിടെ മറ്റൊരു കേൾവി ശക്തി ഇല്ലാത്ത ആൺകുട്ടിയെ അവള് പരിചയപ്പെടുന്നു. ഓൺ ഹർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ ഷീ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ആനിത്തിങ്. അങ്ങനെ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത്
അവൾക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. നമ്മൾ പറഞ്ഞു പൂർണ്ണമായിട്ടും കേൾവി ശക്തി ഇല്ലാത്തൊരു കുട്ടിയാണ്. അപ്പോൾ ടീച്ചർ പറയുന്നതൊന്നും തന്നെ അവൾക്ക് മനസ്സിലാകുന്നില്ല. ആൻഡ് ഷീ സ്റ്റാൻഡ്സ് ഓൾ ഡേ എലോൺ. ആ ഒരു ദിവസം ഫുള്ള് അവൾ ഒറ്റയ്ക്ക് ക്ലാസ്സിൽ നിൽക്കുന്നു. കാരണം ഇരിക്കാനോ നിൽക്കാനോ ഒന്നും ലിപ് റീഡിങ് മാത്രമേ അവൾക്ക് അറിയുള്ളൂ. അപ്പൊ ടീച്ചർ വിചാരിക്കുന്നത് ഇവൾക്ക് കേൾവി ശക്തിയുണ്ട്, ഇവൾക്ക് സംസാരിക്കാൻ കഴിവില്ല, അത് മാത്രമേ ഉള്ളൂ അവളുടെ ഫോൾട്ട് എന്നാണ് ടീച്ചർ മനസ്സിലാക്കുന്നത്. കേൾക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ടീച്ചർക്ക് അറിയില്ല. അപ്പോ ആ ഒരു കേൾവി ശക്തി ടീച്ചർ വിചാരിക്കുന്നത് കുറച്ചെങ്കിലും ഉണ്ട് എന്നാണ്. പക്ഷേ അവൾക്ക് തീരെ കേൾവി ശക്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ ആ ദിവസം ഫുള്ള് ക്ലാസ്സിൽ നിൽക്കുന്നു. ആൻഡ് ദ ടീച്ചർ ട്രീറ്റ്സ് ഹർ ആസ് ഇഫ് ലിബി കുഡ് ഹിയർ ആൻഡ് ദ ചിൽഡ്രൻ പ്ലേ അറൗണ്ട് ഹർ. ഈ സമയത്ത് കുട്ടികളും വിചാരിക്കുന്നത് അവൾക്ക് കേൾക്കാമെന്നാണ്, കുറച്ചെങ്കിലും കേൾക്കാമെന്നാണ്. അങ്ങനെ ടീച്ചറും കുട്ടികളും അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് കുട്ടികൾ ഇവളുടെ ചുറ്റും വന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ദിവസം ഫുള്ള് ഈ കുട്ടി നിന്നിട്ടാണുള്ളത്. ആൻഡ് ജോൺ അറൈവ്സ് അറ്റ് ദ സ്കൂൾ ടു സേ ഗുഡ് ബൈ ടു ഹെർ ആൻഡ് സീസ് ലിബി സ്റ്റാൻഡിങ് അലോൺ അറ്റ് ഡ്രസ്സസ്. ഈ സമയത്ത് ജോണിനോട് പോളും സ്യൂവും അവിടുന്ന് ഒഴിവാകണം, അതായത് ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് ഇനി പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറഞ്ഞ് വിടുകയാണ്. അപ്പൊ ഈ കുട്ടിയോട് ഒരു ഗുഡ് ബൈ പോലും പറയാതെയാണ് ജോൺ വന്നത്. അപ്പോൾ ആ ഒരു കുറ്റബോധത്തിൽ, അതായത് ആ ഒരു കുട്ടിയോട്, ലിബിയോട് ഗുഡ് ബൈ പറയണം എന്ന് വിചാരിച്ച് ജോൺ സ്കൂളിലേക്ക് എത്തുന്നു. ജോൺ സ്കൂളിലേക്ക് എത്തുന്ന സമയത്ത് കാണുന്നത് ഈ കുട്ടി, അതായത് ലിബി അങ്ങനെ നിൽക്കുകയാണ്. വളരെ ദൂരെ തന്നെ കാണുന്നുണ്ട് ഈ കുട്ടി ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കുന്ന ആ അവസ്ഥ കാണുന്നു. ആൻഡ് ലിബി സൈൻഡ് ഹെർ ഐ ലവ് യു വെൻ ഷീ സ്പോട്ടഡ് ജോൺ. ജോണിനെ ദൂരെ നിന്ന് കാണുന്നു. ജോണിനെ ദൂരെ നിന്ന് കാണുന്ന സമയത്ത് തന്നെ സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ച് ഐ ലവ് യു എന്ന് പറയുന്നു. ആൻഡ് ജോൺ റിയലൈസസ് ലിബീസ് ഫ്യൂച്ചർ ദാറ്റ് ഷീ ഈസ് അലോൺ വിത്ത് നോ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സപ്പോർട്ട്. Then she begins to cry and sign I love you back and leaves. ഈ സമയത്ത് ജോൺ മനസ്സിലാക്കുന്നു ഈ കുട്ടിക്ക് എന്താണ്, ആരും കമ്മ്യൂണിക്കേഷൻ ഇല്ല, അത് മാത്രമല്ല ആ കുട്ടി ഒറ്റയ്ക്കാണ്, ഇനിയുള്ള ആ കുട്ടിയുടെ ജീവിതവും ഒറ്റയ്ക്കായിരിക്കും എന്ന് മനസ്സിലാക്കുന്ന ജോൺ അവൾക്ക് കരച്ചിൽ വരുന്നു, അതായത് വളരെയധികം സങ്കടപ്പെടുന്നു. അങ്ങനെ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അവര് സൈൻ ലാംഗ്വേജ് കാണിക്കാണ്, എന്നിട്ട് തിരിച്ചു പോകുന്നു. ആൻഡ് the film ends with a message that deaf children can succeed just like a normal child as long as they have proper support. ഈ കഥയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ കഥയിൽ അവസാനം പറയുന്നത് ഒരു കുട്ടിക്ക് അത് എന്താണ് ഡിഫിക്കൽറ്റി ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിക്ക് നോർമൽ ചൈൽഡിനെ പോലെ, ഒരു സാധാരണ കുട്ടിയെ പോലെ തന്നെ വളരാൻ സാധിക്കും. അതിന് പ്രോപ്പർ ശരിയായ രീതിയിലുള്ള ശ്രദ്ധയും പരിചരണവും ഒക്കെ കിട്ടുകയാണ് എങ്കിൽ ആ പഴയ സാധാരണ കുട്ടികളെ പോലെ തന്നെ ആ കുട്ടികൾക്കും ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കും എന്നാണ് ഈ കഥ വെളിവാക്കുന്നത്. നമ്മൾ പറഞ്ഞു ജോണിന്റെ വരവോടുകൂടി ഒരുപാട് മാറ്റം ലിബിയിൽ വന്നു. പക്ഷേ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തിട്ടാണ് ജോണും ലിബിയും തമ്മിൽ ആ ഒരു ഉള്ള അടുപ്പത്തെ സ്യൂ ഇല്ലാതെയാക്കുന്നത്. അതായത് സ്യൂ എന്ന അമ്മയ്ക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന അതിന് ശേഷമാണ്. എന്നാൽ അമ്മ ആ കുട്ടിക്ക് വേണ്ട അറ്റൻഷൻ കൊടുക്കുന്നില്ല. അതായത് അമ്മ പറയുന്നത് അവർക്ക് സ്പെൻഡ് ചെയ്യാൻ സമയമില്ല എന്നാണ്. അവർക്ക് സ്പെൻഡ് ചെയ്യാൻ സമയമില്ല, അത് മാത്രമല്ല ഈ കുട്ടിയെ കൊണ്ട് പുറത്തൊക്കെ പോകണം, അതുകൊണ്ട് സമയം തീരെ കുറവാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ല. ജോൺ ആ കുട്ടിയെ ശ്രദ്ധിക്കാനായിട്ട് വരുന്ന സമയത്ത് അതിനും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രോപ്പർ അറ്റൻഷൻ കിട്ടുന്ന സമയത്ത് ലിബി ഒരുപാട് മാറ്റം സംഭവിക്കുന്നു. പക്ഷെ കിട്ടാതെ വരുന്ന സമയത്ത് ലിബി ഫീൽസ് ദാറ്റ് ഷീ ഈസ് അലോൺ. ലിബിക്ക് താൻ ഒറ്റപ്പെട്ടതാണ് എന്ന ആ ഒരു ഫീല് ഉണ്ടാകുന്നു. വളരെ മനോഹരമായ ഒരു ഷോർട്ട് ഫിലിമാണ് ദ സൈലന്റ് ചൈൽഡ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.